സുറിയാനി അക്ഷരമാലയിലെ ഹേ, വാവ്, സൈൻ, ഹേസ്, ഥേസ്, യോദ് ഈ 6 അക്ഷരങ്ങളാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. ഓരോ അക്ഷരത്തിനും പേര് ഉണ്ട്, പേരിന് അർത്ഥമുണ്ട്. അക്ഷരങ്ങൾക്ക് 1 2 സ്വരങ്ങളുണ്ടാവാം. സുറിയാനിയിൽ സംഖ്യകളെ സൂചിപ്പിക്കുവാനും ഇതേ അക്ഷരങ്ങൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഹേ, നോക്കൂ, കണ്ടാലും എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം. ഇത് അതിശയത്തെ, ആശ്ചര്യത്തെ സൂചിപ്പിക്കുന്ന പ്രയോഗമാണ്. ഉദാഹരണമായിട്ട്, കണ്ടാലും കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അവൻ അമ്മന്നുവേൽ എന്ന് വിളിക്കപ്പെടും. കണ്ടാലും സ്വർഗത്തിൽ നിന്നൊരു സ്വരം, ഇവൻ എൻ്റെ പ്രിയപുത്രനാകുന്നു, ഇവനിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു. വാവ്, കൊളുത്ത്, ഹുക്ക് എന്നാണ് അർത്ഥം. സൈൻ, ആയുധം എന്നാണ് അർത്ഥം. ഹേസ്, ജീവൻ എന്നാണ് അർത്ഥം. ഥേസ്, ചാരിയിരിക്കുക എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഥേസിന് തന്നെ ഒരു ചാരുകസേരയുടെ രൂപമുണ്ട്. യോദ്, കുഞ്ഞ് എന്ന് അർത്ഥം. ഇനി നമുക്ക് ഈ അക്ഷരങ്ങൾ എഴുതുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഹേ, ഹേ, ഹേ. പൗരസ്ത്യ സുറിയാനി ഫോണ്ടുകളിൽ ഹേ ഇങ്ങനെ എഴുതുന്നു. ഹ് എന്നാണ് ഉച്ചാരണം. 5 എന്ന അക്കത്തെയും ഹേ സൂചിപ്പിക്കുന്നു. വാവ്, വാവ്. വാവ്, വാവ്. വ് എന്നാണ് ഉച്ചാരണം. 6 എന്ന അക്കത്തെ സൂചിപ്പിക്കുന്നു. സൈൻ, സൈൻ. സൈൻ, സൈൻ. ഇംഗ്ലീഷിലെ ഇസഡ് അല്ലെങ്കിൽ സി ഈ അക്ഷരത്തിന് സമാനമായ ഉച്ചാരണമാണ് സൈൻ ഉള്ളത്. മലയാളത്തിലെ സ് എന്ന അക്ഷരത്തിൻ്റെ ഉച്ചാരണം. 7 എന്ന അക്കത്തെ സൈൻ സൂചിപ്പിക്കുന്നു. ഹേസ്, 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 ഹേസ്. ഹ് എന്നാണ് ഉച്ചാരണം. 8 എന്ന അക്കത്തെ സൂചിപ്പിക്കുന്നു. ഥേസ്, ഥേസ്. ഥേസ്, ഥേസ്. ധ, ധ എന്ന സ്വരത്തെ സൂചിപ്പിക്കുന്നു. 9 എന്ന അക്കത്തെയും ഥേസ് സൂചിപ്പിക്കുന്നു. യോദ്, യോദ്, യോദ്. യോദ്, യ, യ എന്നാണ് ഉച്ചാരണം. 10 എന്ന സംഖ്യയെയും യോദ് സൂചിപ്പിക്കുന്നു.